നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏതൊരു രാജ്യത്തിൻ്റെയും സമാധാനവും സുരക്ഷയും ആ രാജ്യത്തെ നിയമവ്യവസ്ഥിതിയെ ആശ്രയിച്ചാണ് ഇരിക്കുക. നിയമങ്ങളും ശിക്ഷാ നടപടികളും എത്രത്തോളം കർശനമാക്കുന്നുവോ അത്രത്തോളം ആ രാജ്യം സുരക്ഷിതമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരന് സ്വർഗമായും കുറ്റവാളികൾക്ക് പേടി സ്വപ്നമായും സൗദി അറേബ്യ മാറുന്നത്. കേൾക്കുന്ന ആരിലും പേടിയുണ്ടാക്കുന്ന വിധത്തിലുള്ള ശിക്ഷാരീതികളാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ദിനംപ്രതി ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ കേട്ടുമടുത്ത മലയാളികൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, ഇത്തരം ശിക്ഷാരീതികൾ ഇവിടെയും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്നേ നന്നായി പോയേനെ എന്ന്. സൗദിയിലെ കാലാകാലങ്ങളായി നിലനിന്ന് പോരുന്ന ശിക്ഷാരീതികളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. സ്വദേശിയെന്നോ വിദേശിയെന്നോ വ്യത്യാസമില്ലാതെ സൗദിയിൽ താമസിക്കുന്നവരെല്ലാം രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ലോകത്ത് ഏറ്റവും കർശനമായ ശിക്ഷാവിധികളുള്ള രാജ്യമാണ് സൗദി അറേബ്യ. കുറ്റങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യവും സൗദി തന്നെയാണ്. ബലാത്സംഗം, കൊലപാതകം, മയക്കുമരുന്നിന് അടിമപ്പെടൽ, വിവാഹേതര ലൈംഗിക ബന്ധം, മന്ത്രവാദം തുടങ്ങിയ പലതരം കുറ്റങ്ങൾക്ക് വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. സൗദി ശരിയത്ത് വിധിയനുസരിച്ച് നടപ്പാക്കുന്ന വധശിക്ഷ, കൈവെട്ടൽ തുടങ്ങിയ പ്രതിക്രിയകൾ അന്തിമമായി തീരുമാനിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കാണ് ഉള്ളത്. അപ്പീൽ കോടതിയുടെ വിധി സുപ്രീം കോടതി ശരിവെച്ച ശേഷമാകും ശിക്ഷകൾ നടപ്പാക്കുക. ഇരയുടെ അനന്തരാവകാശികൾ മാപ്പ് നൽകാൻ തയ്യാറാകുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ വധശിക്ഷയിൽ ഇളവ് ലഭിക്കാറുണ്ട്. വാളുകൊണ്ട് ശിരച്ഛേദം നടത്തിയും കല്ലെറിഞ്ഞും ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ചും വധശിക്ഷകൾ നടപ്പാക്കാറുണ്ട്. മരണശേഷം ശരീരം ആണിയിൽ തറച്ച് പ്രദർശിപ്പിക്കുന്നതും സൗദിയുടെ രീതിയാണ്. സൗദിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പല വധശിക്ഷകളും പരസ്യമായി ശിരച്ഛേദം ചെയ്താണ് നടപ്പിലാക്കിയിട്ടുള്ളത്. മന്ത്രവാദത്തിന് അവസാനം നടന്ന 2 വധശിക്ഷകൾ 2011 നടപ്പാക്കിയത്. ശിരച്ഛേദം ചെയ്ത ശരീരം ആണിയിൽ തറച്ച് പ്രദർശിപ്പിക്കണമെന്ന് ചിലപ്പോൾ കോടതി വിധിക്കാറുണ്ട്. അതിന് ഒരു ഉദാഹരണം പറയാം. 2009 സൗദി ഗസറ്റ് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയിൽ അഭ എന്ന സ്ഥലത്ത് ഒരു സായുധ സംഘത്തിന്റെ തലവനെ മരണശേഷം ശരീരം 3 ദിവസം ആണിയിൽ തറച്ച് പ്രദർശിപ്പിക്കാൻ ഉത്തരവുണ്ടായി. കൂട്ടാളികളായ 6 പേരെ ശിരച്ഛേദം ചെയ്യാൻ മാത്രമാണ് വിധിച്ചത്. ആസിർ എന്ന സ്ഥലത്ത് ആഭരണക്കടകളിൽ മോഷണം നടത്തിയെന്നായിരുന്നു ഇവർക്കെതിരെയുള്ള കുറ്റം. ഇനി മറ്റൊരു സംഭവം പറയുകയാണെങ്കിൽ, ഒരിക്കൽ മുഹമ്മദ് സാദ് അൽ ബഷി എന്ന ഒരു ആരാച്ചാർ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം നടത്തിയ ആദ്യ വധശിക്ഷയെക്കുറിച്ചുള്ള അനുഭവം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: കുറ്റവാളിയെ ബന്ധിച്ച് കണ്ണുമൂടിയ നിലയിലായിരുന്നു. ഒറ്റവെട്ടിന് ഞാൻ അയാളുടെ തലയറുത്തു. തല മീറ്ററുകൾ ദൂരേക്ക് ഉരുണ്ടുപോയി. ഇത്ര വേഗം വാളിന് ശിരസ് ഛേദിക്കാൻ കഴിയുമെന്ന് കണ്ട ആൾക്കാർക്ക് അത്ഭുതമായിരുന്നു. ശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ച ശേഷം ഇസ്ലാമിക വിശ്വാസം വെളിപ്പെടുത്തുന്ന വരികൾ അഥവാ ഷഹാദ ചൊല്ലാൻ ആവശ്യപ്പെടാൻ മാത്രമാണ് ആരാച്ചാർ പ്രതിയോട് സംസാരിക്കുക. പിന്നീട് മരണശിക്ഷ നൽകുന്ന ഉത്തരവ് വായിച്ച ശേഷം ഒരു സിഗ്നൽ കിട്ടുമ്പോൾ ശിരസെറുക്കും. സൗദിയിൽ വധശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷൻ അവിവാഹിതനാണെങ്കിൽ 100 ചാട്ടവാറടിയാണ് ശിക്ഷ. വിവാഹിതനാണെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ വിധിക്കും. ഇനിയൊന്ന് ഇസ്ലാം മതപരിത്യാഗമാണ്. വിശ്വാസം ഉപേക്ഷിച്ചയാൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് മതത്തിലേക്ക് തിരിച്ചു വരാൻ 3 ദിവസം സമയം കൊടുക്കും. തിരിച്ചു വന്നില്ലെങ്കിൽ ശിരച്ഛേദം ചെയ്യപ്പെടും. കൂടാതെ സായുധമോഷണം, ദൈവത്തെയോ പ്രവാചകനെയോ പ്രവാചകന്റെ കുടുംബങ്ങളെയോ നിന്ദിക്കുക, പെരുവഴിയിലെ മോഷണം, മയക്കുമരുന്ന് കള്ളക്കടത്ത്, വിവാഹിതരായ 2 പേർ തമ്മിൽ വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക തുടങ്ങിയവയെല്ലാം സൗദിയിൽ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. കൂടാതെ വീട്ടിൽ കടന്നുകയറുക, സ്വവർഗഭോഗം, കൊലപാതകം, വ്യഭിചാരം, ബലാത്സംഗം, സർക്കാരിനെതിരെ പ്രവർത്തിക്കുക, ലൈംഗിക കുറ്റകൃത്യങ്ങൾ, മന്ത്രവാദം, തീവ്രവാദം, മോഷണത്തിന് 4ാമത്തെ തവണ ശിക്ഷിക്കപ്പെട്ടാൽ രാജ്യദ്രോഹം, അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുക തുടങ്ങിയവയ്ക്കും മരണശിക്ഷ തന്നെയാണ് സൗദിയുടെ നിയമപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ ഭരണഘടനയും നിയമനിർമ്മാണവും മതത്തിലധിഷ്ഠിതമാണ്. മതനേതാക്കളും അവരുടെ കോടതിയുമാണ് കുറ്റവും ശിക്ഷയും തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും. മതനിന്ദ, മോഷണം എന്നീ കുറ്റങ്ങൾക്ക് വിചാരണയില്ലാതെയാണ് പലപ്പോഴും ശിക്ഷ നടപ്പിലാക്കുന്നത് പോലും. ലോകത്ത് വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങളിൽ പ്രമുഖ സ്ഥാനത്തുള്ള ഒന്നാണ് സൗദി അറേബ്യ. സൗദിയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ജോലിക്ക് വരുമ്പോൾ തന്നെ അവർക്ക് ലഭിക്കുന്ന തൊഴിൽ കരാറിൽ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങൾ പവിത്രതയോടെ സൂക്ഷിക്കണമെന്ന് രേഖപ്പെടുത്താറുണ്ട്. ശരിയത്ത് നിയമം പ്രാബല്യത്തിലുള്ള സൗദി അറേബ്യയിൽ റമദാൻ നിയമങ്ങൾ തെറ്റിക്കുന്നവർക്ക് കനത്ത ശിക്ഷാ നടപടികൾ നിലവിലുണ്ട്. റമദാൻ നോമ്പ് സമയത്ത് പരസ്യമായി ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, പുകവലിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ രാജ്യദ്രോഹ കുറ്റമായി പരിഗണിക്കുന്നു. സൗദിയിൽ താമസിക്കുന്ന വിദേശികൾ ശരിയത്ത് വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ വിലക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് പിടിക്കപ്പെട്ടാൽ കഠിന ശിക്ഷയ്ക്ക് വിധേയരാക്കുകയോ വിസ റദ്ദാക്കി നാട്ടിലേക്ക് തിരിച്ചയക്കുകയോ ചെയ്യും. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.